പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും കൃത്യമായ സ്വാഗതം. ടാലി പ്രൈമിൻ്റെ 6ാമത്തെ വീഡിയോയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ക്രിയേറ്റ് എന്നുള്ള പാർട്ടിലെ ഇൻവെന്ററി മാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ക്രിയേഷൻ്റെ ഭാഗങ്ങളാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റോക്ക് ഗ്രൂപ്പ്, സ്റ്റോക്ക് കാറ്റഗറി, സ്റ്റോക്ക് ഐറ്റം, യൂണിറ്റ്, ഗോഡൗൺ എന്നുള്ള പ്രധാനപ്പെട്ട ഏകദേശം 5 ഹെഡുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇൻവെന്ററി ഫീച്ചേഴ്സിൽ, ഇൻവെന്ററി മാസ്റ്റേഴ്സിൽ ഇനിയും ഇതിലധികം ഓപ്ഷനുകളുണ്ട്. വളരെ പ്രധാനപ്പെട്ടത് മാത്രമാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഒന്നാമത്തത് സ്റ്റോക്ക് ഗ്രൂപ്പ് എന്നുള്ളതാണ്. അക്കൗണ്ടിംഗ് മാസ്റ്റേഴ്സിൽ നമ്മൾ ഗ്രൂപ്പ് എന്നുള്ള പാർട്ടിൽ ഓരോ ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന അണ്ടറുകൾക്കാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിരുന്നത്. ഇതേപോലെയാണ് നമ്മൾ ഇൻവെന്ററി മാസ്റ്റേഴ്സിലെ സ്റ്റോക്ക് ഗ്രൂപ്പ് എന്നുള്ള ഭാഗം വരുന്നത്. നമുക്ക് സ്റ്റോക്ക് ഗ്രൂപ്പ് എന്ത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് വീഡിയോയിൽ നോക്കാം. സ്റ്റോക്ക് ഗ്രൂപ്പാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. സ്റ്റോക്ക് ഗ്രൂപ്പ് എന്നുള്ളതിലെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. സ്റ്റോക്ക് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മോട് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം നെയിം എന്താണ് എന്നുള്ളതാണ്. നെയിം എന്നുള്ള സ്ഥലത്ത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു നമ്മളൊരു ഹാർഡ്വെയർ ഷോപ്പാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇപ്പം നമ്മൾ ഒരു പ്ലൈവുഡിൻ്റെ സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പാണ് നമ്മുടേത്. ഈ പ്ലൈവുഡിൽ തന്നെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന കാറ്റഗറികൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അവിടെ ഈ പ്ലൈവുഡ് അല്ലാതെ നമ്മൾ മൈക്ക അവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അതൊട്ടിക്കാൻ ആവശ്യമായ ഗമ്മുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് മെറ്റീരിയലുകൾ നമ്മൾ അവിടെ സെയിൽ ചെയ്യുന്നുണ്ടാവും. ഈ സ്റ്റോക്കുകളെയൊക്കെ വ്യത്യസ്തമായ അണ്ടറുകളിലാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. കാരണം നമ്മുടെ സ്ഥാപനത്തിന്റെ സ്റ്റോക്ക് ക്ലിയറൻസും മറ്റും നമ്മൾ പല സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടി വരും. ആ സമയങ്ങളിലൊക്കെ ഓരോ അണ്ടറിലെയും സ്റ്റോക്കുകളെ കൃത്യമായി നമുക്ക് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും അതാത് അണ്ടറുകളിലേക്കാണ് ആ സ്റ്റോക്കുകളെ കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട എത്ര അണ്ടറുകളാണ് നമുക്ക് വേണ്ടത് അത് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പ്ലൈവുഡ് എന്നുള്ള ഒരു അണ്ടറിലാണ് നമ്മൾ ആദ്യത്തെ സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ നമുക്ക് ഈ ഒരു പ്ലൈവുഡിന്റെ GST ഓട്ടോമാറ്റിക് ആയിട്ട് ഇനി പ്ലൈവുഡിന്റെ എത്ര ഐറ്റംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഇവിടെ GST സെറ്റ് ചെയ്ത് കൊടുക്കുന്നതോടുകൂടി ഇനി ഈ ഒരു പ്ലൈവുഡിന്റെ അണ്ടറിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന എല്ലാ സ്റ്റോക്കുകൾക്കും ഓട്ടോമാറ്റിക് ആയിട്ട് GSTയുടെ ഡീറ്റെയിൽസുകൾ വരും. നമ്മൾ ഇവിടെ പ്ലൈവുഡിന്റെ GST ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല എങ്കിൽ ഓരോ പ്രൊഡക്റ്റിന്റെ മുകളിൽ പോയിട്ടും നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? GST ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലരും പല സമയങ്ങളിലും പരാതി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ സ്റ്റോക്ക് ഉണ്ടാക്കി, പക്ഷെ എൻ്റെ സ്റ്റോക്കിന്റെ HSN കോഡും മറ്റു കാര്യങ്ങളൊന്നും വരുന്നില്ല എന്ന് പറയാറുണ്ട്. ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വ്യത്യസ്തങ്ങളായിരിക്കുന്ന സ്റ്റോക്കുകൾ വരുന്ന സമയത്ത് ഒരേ അണ്ടറിൽ GST വരുന്ന പ്രൊഡക്റ്റുകൾക്ക് ആ ഒരു അണ്ടറിൽ തന്നെ നമ്മൾ GST സെറ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മറ്റു എല്ലാ പ്രൊഡക്റ്റുകൾക്കും വേണ്ട GST ഇവിടെ വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഞാനിവിടെ സെറ്റ് ആൾട്ടർ GST ഡീറ്റെയിൽസ് എന്നുള്ള സ്ഥലത്ത് ഞാൻ S കൊടുക്കുകയാണ്. അവിടെ S കൊടുക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അവിടെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ HSN കോഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ അവിടെ വന്നിട്ടില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഏറ്റവും അടിഭാഗത്തായിട്ട് കോൺഫിഗർ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ കഴിയും. ഈ കോൺഫിഗർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങളെ കൂടി നമുക്ക് ഇവിടെ എനേബിൾ ചെയ്ത് വെക്കാം. ഇവിടെ HSN കോഡ് അലോ ചെയ്യണോ എന്നുള്ള ഓപ്ഷൻ നമ്മൾ യെസ് കൊടുക്കുകയാണ്. ഈ ഗുഡ്സ് ടൈപ്പ് നമ്മൾ ഏകദേശം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് യെസ് ചെയ്ത് നമുക്കൊന്ന് എനേബിൾ ചെയ്ത് നോക്കാം. റിവേഴ്സ് ചാർജ് കാൽക്കുലേഷൻ, പിന്നെ ഇൻഎലിജിബിൾ ഇൻപുട്ട് ക്രെഡിറ്റ്സ്, വാല്യുവേഷൻ ടൈപ്പ്, GST ടൈപ്സ്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ആ ഒരു പ്രൊഡക്റ്റിന്റെ, ഇപ്പൊ പ്ലൈവുഡ് എന്നാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന്റെ GST HSN കോഡ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. അത് നമ്മൾ ഓരോ പ്രൊഡക്റ്റുകൾക്കും വ്യത്യസ്തമായിരിക്കുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. ഇപ്പം ഞാനിവിടെ പ്ലൈവുഡ് എന്നുള്ളത് തന്നെയാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്.
ഇനി ഈ ഒരു പ്രൊഡക്റ്റിന്റെ HSN കോഡ് എത്രയാണ്? ഓരോ പ്രൊഡക്റ്റുകൾക്കും GST പ്രകാരം ഒരു കോഡ് ഉണ്ടാവും. ഓക്കെ, ഇത് ഈ അടുത്ത് പുതിയൊരു നിയമം നമ്മുടെ HSN കോഡുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. 8 അക്കം നിർബന്ധമായും ചെയ്യേണ്ട ചില ബില്ലുകൾ ഉണ്ടാവും, 6 അക്കം ചെയ്യേണ്ട ബില്ലുകൾ ഉണ്ടാവും, 4 അക്കം ചെയ്യേണ്ട ബില്ലുകൾ ഉണ്ടാവും. യഥാർത്ഥത്തിൽ 8 നമ്പറുകളാണ് HSN കോഡിൽ വരുന്നത്. ഇത് ഇമ്പോർട്ടിന്റെ ഫീൽഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 8 അക്കം നമ്മുടെ ഇൻവോയ്സുകളിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന ഇൻവോയ്സിൽ 8 അക്ക നമ്പറുള്ള HSN കോഡ് നിർബന്ധമായിട്ടും വേണ്ടിവരും. 5 കോടിക്ക് മുകളിലൊക്കെ ടേൺ ഓവർ ഉള്ള സെയിൽസ് ഉള്ള ടീമുകൾ 6 അക്കം നിർബന്ധമായും HSN കോഡിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ 5 കോടിക്ക് താഴെയുള്ള ആളുകൾ നിർബന്ധമായിട്ടും 4 അക്ക HSN കോഡ് യൂസ് ചെയ്യണം എന്നുള്ളതാണ് GSTയുടെ നിയമമുള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു പുതിയ സ്ഥാപനം തുടങ്ങുകയാണ്, നമ്മുടെ ടേൺ ഓവർ എത്രയാണ് എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ നിർബന്ധമായിട്ടും ഒരു 6 അക്കം എന്നുള്ള നിലയ്ക്ക് ഞാനിവിടെ ഒരു 4 അക്ക HSN കോഡ് ഞാനിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇത് നോൺ GST ഗുഡ്സ് അല്ല, നമ്മൾ GST അപ്ലിക്കബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആണ്. GSTയിൽ തന്നെ GST ഇൻക്ലൂഡ് ആവാത്ത, GSTയിൽ നമുക്ക് GST പിടിക്കാൻ പറ്റാത്ത, GSTയുടെ ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റാത്ത ചില പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. അത്തരം പ്രൊഡക്റ്റുകളെയാണ് നോൺ GST ഗുഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ നിലവിൽ നോൺ GST ഗുഡ്സ് അല്ലാത്തതുകൊണ്ട് അവിടെ നമ്മൾ അത് നോ എന്നുള്ളത് കൊടുത്തു. അതിനുശേഷം ഇത് ടാക്സബിൾ പ്രൊഡക്റ്റ് ആണോ, എക്സംപ്റ്റഡ് ആണോ, നിൽ റേറ്റഡ് ആണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഇന്ത്യയിൽ ടാക്സ് ഇല്ല. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾക്ക് അരി, അതേപോലെ തന്നെ ചില പ്രൊഡക്റ്റുകൾക്ക് എന്തില്ല, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസിനൊന്നും എന്തില്ല, ഇന്ത്യയിൽ ടാക്സുകളില്ല. അപ്പൊ ടാക്സ് ഉള്ളതും ഇല്ലാത്തതും അതേപോലെ തന്നെ നിൽ റേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. നിൽ റേറ്റഡ് എന്നുള്ളത് പ്രത്യേകം പറയുന്നത് കാരണം അത് GSTയുടെ പരിധിയിൽ തന്നെ ആയിരിക്കും, പക്ഷെ അതിന് GST റേറ്റ് ഉണ്ടാവില്ല. എക്സംപ്റ്റഡ് എന്ന് പറഞ്ഞാൽ അത് GSTക്ക് അകത്തല്ല എന്നുള്ളതാണ് എക്സംപ്റ്റഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളിത് ടാക്സബിൾ എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. റിവേഴ്സ് ചാർജ് അപ്ലിക്കബിൾ ആണോ എന്നുള്ളത് നമ്മൾ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻപുട്ട് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റാത്തതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് രണ്ടും നമ്മൾ നോ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഇവിടെ ഇതിന്റെ GST റേറ്റ് എത്രയാണ്? ഓരോ ഇന്ത്യയിൽ വ്യത്യസ്ത സ്ലാബുകളിൽ GST റേറ്റുകൾ ഉണ്ട്. അത് പറയുകയാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായ സ്ലാബുകളുണ്ട്. ഇപ്പോൾ 5, 12, 18, 28 ഇതാണ് പ്രധാനപ്പെട്ട GST റേറ്റുകൾ ഉള്ളത്. പിന്നെ 0.75 അതേപോലെ 3 ഒക്കെ ഈ ഗോൾഡ് ഡയമണ്ട് ഫീൽഡിലൊക്കെ ആ ഒരു രീതിയിലുള്ള ടാക്സ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് നമ്മൾ 18% GST എന്നുള്ളത് അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. ഫസ്റ്റത്തത് IGST ആണ്, ഇൻ്റഗ്രേറ്റഡ് ടാക്സ് എന്നുള്ളതാണ്. IGST കൊടുക്കുന്നതോടുകൂടി തന്നെ സെൻട്രലിൻ്റെയും സ്റ്റേറ്റ് ടാക്സും ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വരും. പിന്നെ ഇവിടെ സെസ് ചോദിക്കുന്നുണ്ട്. നിലവിൽ ഈ സെസ് എന്ന് പറയുന്നത് കേരള ഫ്ലഡ് സെസ് അല്ല, അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ സെസ് എന്ന് പറയുന്നത് ലക്ഷറി പ്രൊഡക്റ്റുകൾക്ക് ഇന്ത്യയിൽ സെസ് ഉണ്ട്. ഓക്കെ, ഈ ലക്ഷറി പ്രൊഡക്റ്റുകൾക്ക് മുകളിലുള്ളതിനെയാണ് സെസ് എന്ന് പറയുന്നത്. നിലവിൽ അത് കേരള ഫ്ലഡ് സെസ് അല്ല, അതുകൊണ്ട് നമുക്കത് ഈ പ്രൊഡക്റ്റിന് അപ്ലിക്കബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ 0 കൊടുത്തു. അതിനുശേഷം കേരള ഫ്ലഡ് സെസ് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. നിലവിൽ കേരളത്തിൽ മാത്രം ഉള്ള ഒരു സെസ് സംവിധാനമാണ് KFC കേരള ഫ്ലഡ് സെസ് എന്ന് പറയുന്നത്. അത് 1% കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത് സേവ് ചെയ്യുന്നതോടുകൂടി നമ്മളൊരു പുതിയ ഒരു ഗ്രൂപ്പ്, ഒരു അണ്ടർ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ആവശ്യമായ കുറച്ച് ഗ്രൂപ്പുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. HSN കോഡുകൾ കൃത്യമായിരിക്കില്ല, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് കാണിക്കുന്നത്. ഇതൊരിക്കലും ഇതിന്റെ HSN കോഡ് അല്ല, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജസ്റ്റ് ഞാൻ 2 ഗ്രൂപ്പ് മാത്രമാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റോക്ക് ഗ്രൂപ്പുകൾ, ഇനി നമുക്ക് എത്ര ഗ്രൂപ്പുകളാണ് ആവശ്യമുള്ളത് അത്രയും ഗ്രൂപ്പുകളെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. എത്ര ഗ്രൂപ്പുകൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വേണ്ട ഗ്രൂപ്പുകളെ മാത്രം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ അക്കൗണ്ടിങ്ങിന്റെ ഗ്രൂപ്പുകൾ പോലെയല്ല ഇത്. അക്കൗണ്ടിങ്ങിന്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിലുള്ള ഗ്രൂപ്പുകൾക്ക് മാത്രമേ, അതിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എത്ര ഗ്രൂപ്പുകളും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി അതിൽ തന്നെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത്, ഇപ്പൊ നമ്മൾ ഓൾറെഡി പ്ലൈവുഡ് എന്നുള്ളതിന്റെ ഒരു ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലൈവുഡിന്റെ വിഷയത്തിൽ തന്നെ പ്ലൈവുഡിൽ തന്നെ ഡിഫറെന്റ് ഗ്രേഡുകളിലുള്ള പ്ലൈവുഡുകൾ ഉണ്ടാവും. അത് വേണമെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ വ്യത്യസ്ത കമ്പനികളുടെ പ്ലൈവുഡുകൾ നമ്മുടെ അടുത്ത് വരും. അപ്പോൾ നമുക്ക് ഓരോ കമ്പനികളുടെ പ്ലൈവുഡുകളും നമുക്ക് വ്യത്യസ്തമായി അറിയണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് കൂടി നമ്മൾ ഈ ഒരു ഗ്രൂപ്പിന്റെ ഫീൽഡിൽ നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റോക്ക് ഗ്രൂപ്പിൽ തന്നെ നമ്മൾ വീണ്ടും വരിക. ഇപ്പൊ നമുക്കറിയാം EG പ്ലൈ എന്ന് പറയുന്ന ഒരു പ്ലൈ ഉണ്ട്. ഓക്കെ, ഈ പ്ലൈവുഡ് വരുന്നത് പ്ലൈവുഡിന്റെ അണ്ടറിലാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു അണ്ടർ ചോദിക്കുന്നുണ്ട്.
EG പ്ലൈ എന്നുള്ളത് പ്ലൈവുഡിന്റെ അണ്ടറിൽ തന്നെ നമുക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ പ്ലൈവുഡ് കൊടുക്കുക. ഇനി സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസുകൾ നമ്മൾ GSTയുടെ ഡീറ്റെയിൽസുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. ഇല്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലൈവുഡുമേ ആ GST സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ EG പ്ലൈ എന്നുള്ളത് സേവ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ട്രോജൻ പ്ലൈ എന്നുള്ളത് ചെയ്യാം. അതിന്റെ അണ്ടർ നമുക്ക് എന്ത് ചെയ്യാം, പ്ലൈവുഡ് എന്നുള്ളത് കൊടുത്ത് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെന്താവും, നമ്മൾ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് സ്റ്റോക്ക് ഗ്രൂപ്പിൽ പ്ലൈവുഡ് എന്നുള്ളൊരു ഹെഡ് നമുക്ക് ഉണ്ടാവും. അതിനകത്തായിട്ട് ഈ ട്രോജൻ അതേപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത EG പ്ലൈ എന്നുള്ളത് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ കമ്പനികൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ അതിനെ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഓരോ കമ്പനികളതും നമുക്ക് ഡിഫറെന്റ് ആയിട്ട് തന്നെ കൃത്യമായിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത. ഇതാണ് സ്റ്റോക്ക് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ അതിലൊരു കാര്യം എന്ന് പറയുന്നത് സ്റ്റോക്ക് കാറ്റഗറി എന്നുള്ളതാണ്. ഓക്കെ, സ്റ്റോക്ക് കാറ്റഗറി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നമ്മൾ ഒരു പ്ലൈവുഡിന്റെ എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ പ്ലൈവുഡിൽ ഡിഫറെന്റ് ഗ്രേഡുകൾ ഉണ്ട്. നമുക്കറിയാം ഏറ്റവും കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഗ്രേഡുകൾ ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു 303 ഗ്രേഡുകൾ ഉണ്ട്, 710 ഗ്രേഡുകൾ ഉണ്ട്, ഗർജൻ വുഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന പ്ലൈവുഡ് ഉണ്ട്, ഹാഫ് ഗർജൻ വരുന്ന, ഇങ്ങനെ ഏകദേശം വ്യത്യസ്തമായ ഗ്രേഡുകളിലുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ചിലപ്പോൾ അതിന്റെ തിക്നെസ്സുകൾ ഡിഫറെന്റ് ആയിട്ടുണ്ട്. 6 ഉണ്ടാവും, 9 ഉണ്ടാവും, 12 ഉണ്ടാവും, അതേപോലെ തന്നെ 16 ഉണ്ടാവും, 19 ഉണ്ടാവും, 25 ഉണ്ടാവും. ഇങ്ങനെ വ്യത്യസ്തമായ തിക്നെസ്സുകളിൽ എന്ത് വരും, ഈ ഒരു പ്രൊഡക്റ്റുകൾ വരും എന്നുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് അതിന്റെ ഗ്രേഡ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പുതിയ കാറ്റഗറികളെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മളിവിടെ MR ഗ്രേഡ് എന്നുള്ള പേരിൽ ആദ്യത്തെ ഒരു ഗ്രേഡ് ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ അതിനുശേഷം 303 ഗ്രേഡ് എന്ന് കൊടുക്കുക. അതിനുശേഷം 710 ഗ്രേഡ്. ഓക്കെ, ഹാഫ് ഗർജൻ. ഓക്കെ, ഇത്ര ഗ്രേഡുകൾ നമുക്ക് ഈ ഒരു സമയത്ത് ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ സ്റ്റോക്ക് കാറ്റഗറികൾ നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് അത്രയും സ്റ്റോക്ക് കാറ്റഗറികളെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ സ്റ്റോക്ക് ഐറ്റം ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മളിവിടെ യൂണിറ്റ് എന്നുള്ളൊരു ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് നമുക്ക് പരിചയപ്പെടണം. യൂണിറ്റ് എന്നുള്ളത് ഓരോ പ്രൊഡക്റ്റുകളെയും നമുക്ക് മനസ്സിലാക്കിയെടുക്കുന്നത് അതിന്റെ യൂണിറ്റുകൾ വെച്ചിട്ടാണ്. ഇപ്പോൾ പ്ലൈവുഡ് നമ്പേഴ്സിൽ ഉണ്ടാവും, ചിലവരത് സ്ക്വയർ ഫീറ്റിൽ ചെയ്യാറുണ്ട്. ഓക്കെ, ഇങ്ങനെ വ്യത്യസ്തമായ അളവുകളിലാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റുകളെയും നമ്മൾ അളക്കാറുള്ളത്. ഓക്കെ, അപ്പൊ അത് ഈ ഓരോ പ്രൊഡക്റ്റുകളും ഒരു യൂണിറ്റിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നിർബന്ധമായിട്ടും നമ്മൾ ടാലിയിൽ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കവിടെ യൂണിറ്റ് എന്നുള്ളതിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ അതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നമ്പേഴ്സ് എന്നുള്ളത് കൊടുക്കുക, ഫോർമൽ നെയിം നമ്പേഴ്സ് എന്നുള്ളത് കൊടുക്കുക. നമ്മൾക്ക് ഇതിൽ ഒരുപാട് യൂണിറ്റുകൾ ഉണ്ടാവും, ഇഷ്ടം പോലെ യൂണിറ്റുകൾ ടാലിയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വന്ന ഒരുപാട് യൂണിറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ നിലവിൽ കൊടുത്തതിനെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കാം. NOS നമ്പേഴ്സ് എന്നുള്ളത് തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്പർ ഓഫ് ഡയമെൻഷ്യൽ പ്ലേസസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പൊ നമ്മൾ 10 എന്നുള്ളൊരു സ്റ്റോക്ക് കഴിഞ്ഞിട്ട് ഡോട്ട് ഇട്ടിട്ട് വീണ്ടും എത്ര 0 വേണം എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. അപ്പൊ നമ്മളൊരു സ്റ്റോക്ക് ഇപ്പൊ ഒരു ക്വാണ്ടിറ്റി എത്ര ഉണ്ട്, ഇപ്പൊ പ്ലൈവുഡ് 1 ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു ഡോട്ട് ഉണ്ടാവും, അതിനുശേഷം പിന്നെ 0 വേണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമുക്കവിടെ 2 എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ 0 എന്നുള്ളത് നമുക്കവിടെ കാണിക്കാം. ഇത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മളിത് എല്ലാ ഡയമെൻഷനൽ പ്ലേസുകളും ഒരേമാതിരി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ, ഒരു 2 കൊടുത്താൽ എന്താ വെച്ചാൽ നമുക്ക് പലതിലും ഈ അരകളൊക്കെ വരാൻ ചാൻസുകൾ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഒരു നമ്മള് തൂക്കൽ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ കയറ്റണമെങ്കിൽ അതിലൊക്കെ ഈ തൂക്കത്തിന്റെ അളവിൽ എന്താവും, അരയൊക്കെ വരും. ഓക്കെ, അതേപോലെ നമ്മൾ പ്ലൈവുഡ് പകുതിയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പകുതിയൊക്കെ കൊടുക്കുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഡയമെൻഷനൽ പ്ലേസസ് 2 എന്നുള്ളത് ഒരു പ്രൊഡക്റ്റിന് കൊടുക്കുകയാണെങ്കിൽ എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഇതേ രീതിയിൽ ഡയമെൻഷനൽ പ്ലേസുകൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മുടെ ഒരു സ്റ്റോക്കിന്റെ സമ്മറികളിലൊക്കെ അതിന്റെ ടോട്ടൽ നമ്മളെ ബില്ലിലൊക്കെ കൂട്ടി വരുന്ന സമയത്ത് പല സമയത്ത് അത് വരാതിരിക്കലുണ്ട്. കാരണം ഓരോന്നിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഡയമെൻഷനൽ പ്ലേസുകൾ ആയതുകൊണ്ടൊക്കെ സംഭവിക്കുന്നതാണ്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അവിടെ 2 എന്നുള്ളത് കൊടുക്കുക. ഇനി നമുക്ക് കിലോ എന്നുള്ളതാണ്
kilograms. ഇവിടെ ഉണ്ടാവും kgs എന്നുണ്ട്. നമ്മൾ ജസ്റ്റ് kg എന്ന് കൊടുത്തിട്ടുള്ളൂ. s കൂടി കൊടുക്കുക, 2 കൊടുക്കുക. അത് നമ്മൾ pairs PRS ആണ് അതിന്റെ ചുരുക്കം വരുന്നത്. 2 എന്നുള്ളത് കൊടുക്കാം. ഇനി നമുക്ക് മീറ്റർ MTR എന്നുള്ളതാണ്, മീറ്റേഴ്സ്. അതിൽ ഡയമെൻഷൻ ബേസ് 2 കൊടുക്കാം. നമ്മൾ പാക്ക് എന്നുള്ളത് കൊടുക്കാം. പാക്കിന്റെ ചുരുക്കം എന്താ നമുക്ക് നോക്കാം. PAC എന്നുള്ളതാണ് പാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ ഉണ്ടാവും. അതേ നെയിം കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം അതിന്റെ സിമ്പിൾ നെയിം അതന്നെ കൊടുത്താൽ മതി. നമ്മൾ അതിലുള്ളതനുസരിച്ച് കൊടുത്താൽ കറക്റ്റ് അത് വരും. ഓക്കെ, ഇത്രയും സംഭവങ്ങൾ മതി. ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ആഡ് ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് ഐറ്റംസിന് മുമ്പ് നമുക്ക് ഗോഡൗൺ കൂടി ജസ്റ്റ് നോക്കാം. ഗോഡൗൺ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആവശ്യമില്ലാതെ ഗോഡൗൺ എനേബിൾ ചെയ്യുകയും പിന്നെ നമ്മൾ വെറുതെ എന്തെങ്കിലും ഗോഡൗൺ ക്രിയേറ്റ് ചെയ്ത് വെച്ചു ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഗോഡൗൺ കാണിച്ചു തരും. ബില്ലടിക്കുന്ന സമയത്തൊക്കെ ഏത് ഗോഡൗണിക്കാണ് പ്രൊഡക്റ്റ് പോകേണ്ടത് എന്നുള്ളത്. സെയിൽ അടിക്കുന്ന സമയത്ത് സെയിം ഇഷ്യൂ നമ്മൾ അനുഭവിക്കും. അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഗോഡൗൺ മതി. ചില ആളുകൾ എന്താവും, ഒരു സ്ഥാപനം ചിലപ്പോൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഗോഡൗണുകൾ ഉണ്ടാവും. ചിലപ്പോൾ സ്ഥാപനത്തിനുള്ളിൽ തന്നെ ചിലപ്പോൾ നമ്മൾ എന്തുണ്ടാവും, നമ്മൾ വ്യത്യസ്ത സ്ഥലങ്ങളെ ഗോഡൗൺ ആക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഗോഡൗണുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അതിന് നമ്മൾ ക്രിയേറ്റ് ന്യൂ എന്നുള്ള ഓപ്ഷനിൽ വന്നാൽ ജസ്റ്റ് നമുക്ക് എന്താണോ സ്ഥാപനത്തിന്റെ ഗോഡൗണിന്റെ സ്ഥലമാണെങ്കിൽ സ്ഥലപ്പേര് ചെയ്താൽ കഴിഞ്ഞാൽ അതിന് വേറെ പേരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ നമ്മൾ നിലവിൽ മഞ്ചേരി എന്നുള്ളതായിരുന്നു. നമ്മൾ കൊണ്ടോട്ടി എന്നുള്ള സ്ഥലത്ത് കൂടി എന്താണ് നമുക്കൊരു ഗോഡൗൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. അതേപോലെ തന്നെ നമ്മൾ മലപ്പുറം 2 ഗോഡൗണുകളാണ് നിലവിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇൻവെന്ററി മാസ്റ്റേഴ്സിൽ സ്റ്റോക്ക് ഗ്രൂപ്പും സ്റ്റോക്ക് കാറ്റഗറി സ്റ്റോക്ക് ഐറ്റംസും അല്ല, സ്റ്റോക്ക് ഐറ്റംസ് പിടിച്ചില്ല. ഇനി സ്റ്റോക്ക് ഐറ്റംസ് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ EG പ്ലൈയുടെ ഒരു പ്ലൈവുഡ് നമ്മൾ പർച്ചേസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്ക് ബില്ല് കിട്ടുന്ന സമയത്ത് നമുക്ക് അതിന് എൻ്റർ ചെയ്യാം. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യാണ്, അതിൻ്റെ കുറച്ച് പ്രൊഡക്റ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യിക്കുകയാണ്. അപ്പോൾ അതാണ് EG പ്ലൈ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനവിടെ EG പ്ലൈ എന്ന് പ്രത്യേകം കൊടുത്തു. അതിന് ശേഷം അതിൻ്റെ തിക്നെസ് എന്നുള്ളത് നമുക്കവിടെ കൊടുക്കാം. ഗ്രേഡും ആണെങ്കിൽ അതിന്മേൽ തന്നെ നമുക്ക് സൂചിപ്പിച്ചു കൊടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൊടുത്ത് നമ്മൾ അതിൻ്റെ അണ്ടർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചൊരു അണ്ടർ അവിടെ ഉണ്ട്, EG പ്ലൈ എന്നുള്ളതുണ്ട്. ഇവിടെ സ്റ്റോക്ക് കാറ്റഗറി എന്നുള്ള ഓപ്ഷൻ വന്നിട്ടില്ല. അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ F12 വന്ന് കോൺഫിഗർ എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം. F12 കോൺഫിഗർ എന്നുള്ള ഓപ്ഷൻ വന്നാൽ സ്റ്റോക്ക് കാറ്റഗറി എന്നുള്ളത് നമ്മൾ ആഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളിവിടെ ഷോ മോർ കോൺഫിഗറേഷൻ എന്നുള്ളതിൽ നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് സ്റ്റോക്ക് കാറ്റഗറി സ്റ്റോക്ക് ഐറ്റംസ് എന്നുള്ളതിനെ എനേബിൾ ചെയ്യാം. അതിനുശേഷം സേവ് ചെയ്യാം. അപ്പം നമുക്ക് അണ്ടർ എന്നുള്ളതിൻ്റെ തൊട്ട് താഴെ ഭാഗത്തായിട്ട് നമുക്കതിൻ്റെ സ്റ്റോക്ക് കാറ്റഗറി എന്നുള്ളൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 303 ഗ്രേഡ് എന്നുള്ളത് കൊടുക്കുക. അതിന് ശേഷം സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ് എന്നുള്ളത് അപ്ലിക്കബിൾ എന്നുള്ളത് നമ്മൾ കൊടുത്താൽ മതി. ഇവിടെ അതിൻ്റെ GST ഡീറ്റെയിൽസോ മറ്റു വിവരങ്ങളോ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണ്ട. ഇവിടെ നമ്മൾ എസ് എടുത്ത് കൊടുത്താൽ എനേബിൾ ചെയ്താൽ നേരത്തെ നമ്മൾ ഫില്ല് ചെയ്ത അതേ കോളം തന്നെ ആയിരിക്കും വീണ്ടും നമുക്ക് ഓപ്പൺ ആയിട്ട് വരിക. ഓക്കെ, നമ്മൾ അണ്ടറിൻ്റെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ GST കൊടുത്തതുകൊണ്ട് ഇപ്പം നമുക്ക് എന്ത് ചെയ്യണ്ട, ഇതിൻ്റെ വിവരങ്ങൾ ഇനി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇവിടെ അപ്ലിക്കബിൾ എന്നുള്ളത് കൊടുക്കണം. ഇവിടെ നമ്മൾ നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുത്താൽ അതിൻ്റെ പ്രൊഡക്റ്റ് വരില്ല. ടൈപ്പ് ഓഫ് സപ്ലൈ എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നത് ഗുഡ്സ് ആണ്, സർവീസ് അല്ല. അതുകൊണ്ട് നമ്മളത് ടൈപ്പ് ഓഫ് ഗുഡ്സ് എന്നുള്ളത് സപ്ലൈ എന്നുള്ളത് ഗുഡ്സ് സെലക്ട് ചെയ്യുക. ദെൻ അതിന് ശേഷം നമ്മൾ എൻ്റർ അടിച്ച് സേവ് ചെയ്യാം. ഓക്കെ, ഇതിൽ അഡീഷണൽ ആയിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽസുകൾ ഉണ്ടായിരിക്കും. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം കുറച്ചും കൂടി വിശദമായിട്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് പറയാനുണ്ടാവും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.